സ്ത്രീ വന്ന് എന്തെങ്കിലും പറഞ്ഞ ഉടനെ നീ അങ്ങ് സത്യം ചെയ്തു കൊടുത്തു അല്ലേ? എന്ത് ഭ്രാന്തുണ്ടോ നിനക്ക്? പുതിയ നാടകമായിട്ട് അവർ ഇറങ്ങിയിരിക്കുക. ഇവിടെ ഒരുത്തിയാണെങ്കിൽ അത് കേട്ട ഉടനെ ജോലി ഉപേക്ഷിക്കാൻ പോകുന്നു, താലി കെട്ടിയവനെ ഉപേക്ഷിച്ച് നാട് വിടാൻ പോകുന്നു. നീ സീരിയസ് ആയിട്ട് തന്നെയാണോ നിധി ഇതൊക്കെ പറഞ്ഞത്? പറ. എന്റെ ഊഹ ശരിയാണെങ്കിൽ അവരൊരു തന്ത്രം ഇറക്കിയപ്പോ നീയും തിരിച്ചൊരു തന്ത്രം ഇറക്കിയതാണെന്ന്. ശരിയല്ലേ? പറ നിധി, നീ കള്ളം പറഞ്ഞതല്ലേ വസുന്ധരയോട്? അല്ല, ഞാനിപ്പോ പ്രിൻസിപ്പാളിനെ കണ്ട് രാജിക്കത്ത് കൊടുക്കാൻ പോവാ ആന്റി. ഇനി ഞാനിവിടെ നിൽക്കില്ല. നിക്കവിടെ. അപ്പോ ഗൗതമനെ ഉപേക്ഷിച്ചു പോകാൻ നീ തീരുമാനിച്ചു അല്ലേ? അതെ. അടിച്ചു പറ്റിച്ചേരും ഞാൻ, കേട്ടല്ലോ. വെറും പൊട്ടിയാണോ നീ? മേലിൽ ഇങ്ങനെയുള്ള വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, ഭർത്താവിന്റെ നന്മയ്ക്ക് വേണ്ടി ആരെങ്കിലും ഭർത്താവിനെ ഉപേക്ഷിക്കോ? നീ ബുദ്ധിയുള്ള പെണ്ണെന്നാ ഞാൻ കരുതിയത്. എന്നിട്ടാണോ ഇത്തരം മണ്ടത്തരങ്ങൾ കാണിക്കുന്നത്? ബുദ്ധി ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല ആന്റി. ചില സമയങ്ങളിൽ നമ്മൾ വിട്ടിയായി ജീവിക്കണം. എന്നാലേ നമ്മൾ സ്നേഹിക്കുന്നവർ നന്നായി ജീവിക്കൂ. നമ്മൾ സ്നേഹിക്കുന്ന ആളിന്റെ സങ്കടവും ബുദ്ധിമുട്ടും മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ വലിയ ബുദ്ധിമതിയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ജീവിതം എന്ന് പറയുന്നത് കളിതമാശയാണെന്നാണോ നീ കരുതിയത്? ഇങ്ങനെ വേണ്ടെന്ന് വെക്കുമ്പോ പിരിഞ്ഞു പോകാൻ പറ്റുന്നതാണോ ജീവിതം? നീ സമാധാനായിട്ടിരിക്കെ. വസുന്ധരയുടെ 2 കോടി രൂപയുടെ ആവശ്യമൊന്നും നിങ്ങൾക്കില്ല. ഗൗത ഏത് വിധേനയും ആ റിപ്പോർട്ട് വാങ്ങിച്ചെടുത്തോളൂ. നടക്കില്ല ആന്റി.